നമസ്കാരം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. നാടെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാഴത്തോപ്പിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി പി ജെ ജോസഫ് പതാക ഉയർത്തി. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗും നഗരസഭയും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ടൗണിൽ നടത്തിയ റാലി ശ്രദ്ധേയമായി. SFI സംഘടന ശില്പശാല തൊടുപുഴയിൽ നടത്തി. CPM ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം വാർഷിക സമ്മേളനവും ബോധവൽക്കരണ സെമിനാറും നടത്തി. മാനേജ്മെന്റ് കൺസൾട്ടന്റ് S അനൂപ് സെമിനാറിന് നേതൃത്വം നൽകി. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് സൺഡേ സ്കൂളിന്റെയും ഭക്ത സംഘടനകളുടെയും സംയുക്ത വാർഷികം ആഘോഷിച്ചു. റവറന്റ് ഫാദർ സണ്ണി കൊച്ചുകരോട്ട ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് സംസ്ഥാനതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിവാദ്യം സ്വീകരിച്ച് സന്ദേശം നൽകി. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര പുരോഗതി ഇല്ലാതിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അതിന് മാറ്റം വന്ന് പുരോഗതിയുടെ ശക്തമായ ചലനം നമുക്ക് കാണാൻ സാധിക്കും. വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ളതും വിവിധ പദ്ധതികൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. വികസനത്തിന് മാനുഷികവും സാമൂഹ്യവും പാരിസ്ഥിതികവുമായ മാനങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണ്. വികസനവും കരുതലും പ്രാവർത്തികമാക്കി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗവൺമെന്റ് 10 കാഴ്ചപ്പാട്. ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടത്തി. മന്ത്രി പി ജെ ജോസഫ് പതാക ഉയർത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് പതാക ഉയർത്തി. മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 66 വർഷം ആവുകയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിർത്തുന്നതിനു വേണ്ടി ആബാലവൃത്തം ജനങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിംഗും നഗരസഭയും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. ഇതിനോടനുബന്ധിച്ച് നടന്ന സ്വാതന്ത്ര്യദിന റാലിയിൽ വിവിധ സ്കൂളുകളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കാളികളായി. മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. പ്രസിഡന്റ് ആർ രമേശ് പതാക ഉയർത്തി.
മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മൈലക്കുമ്പം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് മേളം ശ്രദ്ധേയമായി. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡെപ്യൂട്ടി തഹസീൽദാർ VE അബ്ബാസ് പതാക ഉയർത്തി. വെള്ളിയമ്പറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ മെർലി ജോസ് പതാക ഉയർത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോയി മൈലാടി, സ്വാതന്ത്ര്യ സമര സേനാനി MJ മാത്യു മൈലാടി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപമുള്ള അംഗൻവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ ഷീജ ജയൻ പതാക ഉയർത്തി. കുട്ടികളുടെ ഘോഷയാത്രയും നടന്നു. അറുപത്തിയാറാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെയും കുടുംബശ്രീ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശുചീകരണവും അറക്കുളം ആരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്കും ജീവനക്കാർക്കും സദ്യയും ഒരുക്കി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കരിങ്കുന്നം ഇടയാടി അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി എടമ്പുറം പതാക ഉയർത്തി. വാർഡ് മെമ്പർ ബീന പയസ്, കമ്മിറ്റി അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, കുട്ടികൾ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ഇത് 66ാമത് ദിവസം ആണെന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കരിങ്കുന്നം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി റാലി നടത്തി. നെടിയക്കാട് ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ ഗ്രൗണ്ടിൽ റവറന്റ് ഫാദർ ജോർജ് വള്ളംകുന്നേൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ഏടാമ്പുറം, മെമ്പർമാരായ ജോർജ് കുട്ടി മുന്നനാട്ട്, ബീന പയസ്, ട്രീസ ജോസ്, PTA പ്രസിഡന്റ് സണ്ണി കൂട്ടക്കല്ലുങ്കൽ, പ്രിൻസിപ്പൽ NM ജസീന്ത, ഹെഡ്മാസ്റ്റർ ജോസഫ് M ഇടശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മണക്കാട് ശാന്തിനികേതൻ വിദ്യാഭവനിലെ കുട്ടികൾ തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. കുട്ടികൾ ഘോഷയാത്രയായി എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത്. കുമാരമംഗലം MKNM-HSSൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന റാലി നടത്തി. സ്കൂൾ മാനേജർ RK ദാസ് പതാക ഉയർത്തി. 66 സ്വാതന്ത്ര്യ ദിനത്തെ അനുസ്മരിപ്പിച്ച് കുട്ടികൾ 66 ആകൃതിയിൽ അണിനിരുന്നത് പുതുക്കാഴ്ചയായി. പെരിങ്ങശ്ശേരി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ക്ലബിന്റെയും വിദ്യാഭ്യാസ സെമിനാറിന്റെയും ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ KK അനസ് നിർവഹിച്ചു. ഇപ്പോൾ ആർട്സ് സബ്ജക്ട് എടുത്ത ആളുകളല്ല IAS എഴുതിയിരിക്കുന്നത്, കൂടുതൽ ആളുകൾ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സയൻസ് മറ്റു ചിലർക്ക് വേറൊരു കാര്യങ്ങളുണ്ട്, സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സയൻസ് വേണ്ട ആർട്സ് എടുക്കുന്നത്. അതും വളരെ തെറ്റായ ഉദാഹരണമാണ്. സയൻസിൽ വളരെ രസകരമായ ഒരുപാട് പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും
നടത്താവുന്ന മേഖലകളാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജീനുകളുടെയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നു, നമ്മുടെ കോശത്തിൽ എന്തൊക്കെ നടക്കുന്നു, ഇങ്ങനെയുള്ള വിവിധങ്ങളായ രസകരമായ കാര്യങ്ങൾ നടക്കുന്ന മേഖലയാണ് സയൻസ്. വളരെ നല്ല നിലയിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഏത് തൊടുപുഴ വിജ്ഞാന മാതാപ്പള്ളിയിൽ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിയിലും തിരുക്കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അറക്കുളം കുരിശുപള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളും ആഘോഷിച്ചു. റവറന്റ് ഫാദർ അഗസ്റ്റിൻ കുട്ടിയാനിയിൽ തിരുനാൾ സന്ദേശം നൽകി. അറക്കുളം സെന്റ് മേരീസ് ചർച്ച് സഹവികാരി സ്കറിയ മോളംപറമ്പിൽ, ട്രസ്റ്റിമാരായ ജോർജ് പുത്തൻകണ്ടം, ടോമി തുരുത്തിക്കര, ജോണി മന്നക്കുന്നിൽ, ബിജു പാലക്കാട്ടുകുന്നിൽ എന്നിവ തിരുനാൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി.